ടോപ്പ് ട്യൂഷന്റെ ബയോളജി ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ട്യൂട്ടോറിയലിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 1 ആയ 2 ലൈഫ് പ്രോസസ്സിന്റെ ടെക്സ്റ്റ് ബാക്കിൽ വരുന്ന ലെറ്റസ് അസസ് സെക്ഷനിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സുകളാണ്. Question: Compare the outer membrane of raw egg and boiled egg using the indicators given below. താഴെ തന്നിരിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് റോ എഗിന്റെയും ബോയിൽഡ് എഗിന്റെയും ഔട്ടർ മെമ്പറൈന് കമ്പയർ ചെയ്യാനാണ് പറയുന്നത്. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. അപ്പോൾ ആദ്യത്തെ ഇൻഡിക്കേറ്റർ ഏതാണെന്ന് നോക്കാം. എ, പെർമിയബിലിറ്റി. പെർമിയബിലിറ്റി പറഞ്ഞാൽ ഔട്ടർ മെമ്പറൈനിലൂടെ അതിനകത്ത് പ്രവേശിക്കാനുള്ള ഒരു എബിലിറ്റിനെയാണ് പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ റോ എഗിന്റെ ഔട്ടർ മെമ്പറൈൻ പറയുന്നത് സെലക്റ്റീവ്ലി പെർമിയബിൾ, അതായത് സെലക്റ്റഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് മാത്രം അതിനകത്ത് പ്രവേശിപ്പിക്കുകയുള്ളൂ. അതേസമയം ബോയിൽഡ് എഗിന്റെ ഔട്ടർ മെമ്പറൈൻ പറയുന്നത് സെമി പെർമിയബിൾ ആയിരിക്കും. അപ്പോൾ ഇതിന്റെ ഉത്തരം എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: ദ മെമ്പറൈൻ ഓഫ് എ റോ എഗ് act as a selectively permeable barrier while the membrane of a boiled egg functions as a semi-permeable membrane. ഇനി രണ്ടാമത്തെ ഇൻഡിക്കേറ്റർ എന്താണെന്ന് നോക്കാം. പോസിബിലിറ്റി ഓഫ് ഓസ്മോസിസ്. ഇപ്പോൾ ഓസ്മോസിസിന്റെ പോസിബിലിറ്റിയാണ് ചോദിക്കുന്നത്. ഇപ്പോൾ ഓസ്മോസിസ് പറഞ്ഞാൽ ഹയർ കോൺസെൻട്രേഷൻ ഏരിയയിൽ നിന്നും ലോവർ കോൺസെൻട്രേഷൻ ഏരിയയിലോട്ടുള്ള വാട്ടറിന്റെ മൂവ്മെന്റ് ആണ്. അപ്പൊ ഇത് വന്നിട്ട് രണ്ട് കേസസിലും നടക്കുന്നുണ്ട്. അതായത് റോ എഗിലും ബോയിൽഡ് എഗിലും ഓസ്മോസിസ് നടക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഉത്തരം എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: ഓസ്മോസിസ് ടേക്സ് പ്ലേസ് ഇൻ ബോത്ത്. മൂന്നാമത്തെ ഇൻഡിക്കേറ്റർ എന്താണെന്ന് നോക്കാം. മൂന്നാമത്തെ ഇൻഡിക്കേറ്റർ പറയുന്നത് പോസിബിലിറ്റി ഓഫ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. അപ്പൊ ആക്റ്റീവ് ട്രാൻസ്പോർട്ടിന്റെ പോസിബിലിറ്റി ആണ് നോക്കേണ്ടത്. അപ്പൊ ഈ കേസിൽ റോ എഗിൽ വന്നിട്ട് അതിന്റെ ഔട്ടർ മെമ്പറൈനിലൂടെ ട്രാൻസ്പോർട്ടേഷൻ ആക്റ്റീവായിട്ട് നടക്കുന്നുണ്ട്. പക്ഷെ ബോയിൽഡ് എഗ്ഗിൽ വന്നിട്ട് അതിന്റെ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് നടക്കുന്നില്ല. കാരണം നമ്മളത് ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഔട്ടർ മെമ്പറൈന് അതിന്റെ ഹാർഡായി മാറുന്നതായിരിക്കും. അതുകൊണ്ട് അവിടെ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നില്ല. അപ്പൊ ഇതിന്റെ ആൻസർ എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: ആക്റ്റീവ് ട്രാൻസ്പോർട്ട് occurs only through the membrane of a raw egg as the membrane of a boiled egg is inactive and doesn't allow this process. ഹൈസ്കൂളിൽ അക്കാഡമിക് എക്സലൻസിന് തയ്യാറാവുന്ന സ്റ്റുഡൻസിന് ഒരു സന്തോഷ വാർത്ത. ടോപ്പ് ട്യൂഷന്റെ എക്സ്പീരിയൻസ് ടീച്ചേഴ്സ് നിങ്ങൾക്ക് എക്സെപ്ഷണൽ അക്കാഡമിക് കോച്ചിങ് നൽകുന്നു. റെഗുലർ ക്ലാസ്സസിന് പുറമെയുള്ള ടോപ്പ് ട്യൂഷന്റെ വീഡിയോ നോട്ട്സും റെഗുലർ ടെസ്റ്റുകളും നിങ്ങളുടെ അക്കാഡമിക് പെർഫോമൻസ് ബൂസ്റ്റ് ചെയ്യുന്നു. നിങ്ങളുടെ സ്മോൾ ബാച്ച് സൈസ് സ്റ്റുഡൻസിന് ഇൻഡിവിജ്വൽ അറ്റൻഷൻ എൻഷുർ ചെയ്യുന്നു. ടോപ്പ് ട്യൂഷന്റെ എക്സാം റിവിഷനിലൂടെയും എക്സാം പ്രിപ്പറേഷനിലൂടെയും ഉയർന്ന മാർക്കുകൾ സ്കോർ ചെയ്യാം. നിങ്ങളുടെ ഫേസ് ടു ഫേസ് ക്ലാസ് ജോയിൻ ചെയ്യുവാൻ ഇന്ന് തന്നെ വിളിക്കുക 8006066363. Question: Given below is an answer written by a child to the question, how is oxygen released in photosynthesis? Evaluate and comment on it. അപ്പോൾ ഓക്സിജൻ എങ്ങനെയാണ് ഫോട്ടോസിന്തസിസിൽ റിലീസ് ആവുന്നത് എന്ന ക്വസ്റ്റ്യന് ഒരു കുട്ടി എഴുതിയ ഉത്തരമാണ് താഴെ തന്നിരിക്കുന്നത്. അത് ഇവാലുവേറ്റ് ചെയ്തിട്ട് കമന്റ് ചെയ്യാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ കുട്ടി എഴുതിയ ഉത്തരം എന്താണെന്ന് നോക്കാം. കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ ആർ ദ റോ മെറ്റീരിയൽസ് ഫോർ ഫോട്ടോസിന്തസിസ്. അപ്പൊ ഫോട്ടോസിന്തസിസിന് ആവശ്യമായ റോ മെറ്റീരിയൽസ് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമാണ്. ബോത്ത് ഈസ് ബ്രേക്ക് ഡൗൺ ആൻഡ് ഓക്സിജൻ ഈസ് റിലീസ്ഡ്. ഇത് രണ്ടും ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് അവിടെ ഓക്സിജൻ റിലീസ് ചെയ്യുന്നതാണ് ആ കുട്ടി എഴുതിയ ഉത്തരം. അപ്പൊ ഇതിനകത്ത് ഫോട്ടോസിന്തസിന് ആവശ്യമായ രണ്ട് റോ മെറ്റീരിയൽസ് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ആണ്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. പക്ഷെ വാട്ടർ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഓക്സിജൻ റിലീസ് ആവുന്നത്. അത് വന്ന് നടക്കുന്നത് ഫോട്ടോസിന്തസിന്റെ ഫസ്റ്റ് ഫേസിലാണ്, അതായത് ലൈറ്റ് ഫേസിലാണ് നടക്കുന്നത്. പക്ഷെ ആ ഒരു ഫേസിനകത്ത് കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യുന്നില്ല. അപ്പൊ സെക്കൻഡ് പറയുന്ന ആ ഒരു സെന്റൻസ് പറയുന്നത് ഫോൾസ് ആണ്. അപ്പൊ ഇതിന്റെ ഉത്തരം ഒന്നും കൂടി ഇങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: Carbon dioxide and water are the raw materials for photosynthesis, but oxygen is released when water splits. This happens during the light phase in the grana, and carbon dioxide doesn't break down during this phase. ഇതുപോലുള്ള വീഡിയോകൾക്കായി ടോപ്പ് ട്യൂഷന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. Question: Though photosynthesis ultimately anabolism, it also involves catabolism. Analyze the statement. ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത് ഒരു അനാബോളിസം പ്രോസസ്സാണ്.
പക്ഷെ അതിനകത്ത് കാറ്റബോളിസം നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചിട്ട് അനലൈസ് ചെയ്യാനാണ് പറയുന്നത്. അനാബോളിസം പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലർ മോളിക്യൂൾസ് കമ്പൈൻ ചെയ്തിട്ട് ഒരു കോംപ്ലക്സ് മോളിക്യൂൾ ഉണ്ടാകുന്ന പ്രോസസ്സാണ്. അതേസമയം കാറ്റബോളിസം പറയുന്നത് കോംപ്ലക്സ് മോളിക്യൂൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് സിംപ്ലർ മോളിക്യൂൾസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനാണ്. അപ്പോൾ ഫോട്ടോസിന്തസിസിനകത്ത് ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഗ്ലൂക്കോസ് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു വെച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡും ഹൈഡ്രജനും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ്. അപ്പോൾ അവിടെ രണ്ട് സിംപ്ലർ മോളിക്യൂൾസ് കമ്പൈൻ ചെയ്തിട്ട് ഗ്ലൂക്കോസ് പറയുന്ന ഒരു കോംപ്ലക്സ് മോളിക്യൂൾ ആണ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഫോട്ടോസിന്തസിസ് പറയുന്നത് അനാബോളിസം പ്രോസസ്സ് നടത്തുന്നുണ്ട്. പിന്നെ വരുന്നത് വാട്ടർ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഹൈഡ്രജനും അതുപോലെ തന്നെ ഓക്സിജനായിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ വാട്ടർ പറയുന്ന കോംപ്ലക്സ് മോളിക്യൂള് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഹൈഡ്രജനും ഓക്സിജനും പറയുന്ന രണ്ട് സിംപ്ലർ മോളിക്യൂൾസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഫോട്ടോസിന്തസിസിനകത്ത് അനാബോളിസം കൂടാതെ കാറ്റബോളിസം നടക്കുന്നുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഉത്തരം ഒന്നും കൂടി ഇങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ correct. Glucose is made by combining carbon dioxide and hydrogen, which is an anabolic process. In the light phase, water splits into hydrogen and oxygen, which is a catabolic process. പാലക്കാട് നിവാസികളെ ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.